നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയിൽ ചെങ്കൊടി വീണ്ടും പാറി. ആകെയുള്ള 42 ഡിവിഷനുകളിൽ 22 സീറ്റുകൾ നേടി LDF മൂന്നാം തവണയും അധികാരം നിലനിർത്തി. കോൺഗ്രസ് 18 സീറ്റുകൾ നേടി മുഖ്യ പ്രതിപക്ഷമായപ്പോൾ BJPക്ക് 2 സീറ്റുകൾ ലഭിച്ചു. പ്രമുഖ നേതാക്കളായ PR അരവിന്ദാക്ഷന്റെ തോൽവി LDFനും പുതുരുത്തിയിലെ തോൽവി കോൺഗ്രസിനും തിരിച്ചടിയായി. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് അധികം നേടിയത് BJPക്ക് നേട്ടമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുള്ളൂർക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്തുകൾ UDF തിരിച്ചുപിടിച്ചു. മുള്ളൂർക്കരയിൽ 9 സീറ്റും ദേശമംഗലത്ത് 10 സീറ്റും നേടിയാണ് UDF അധികാരം ഉറപ്പിച്ചത്. എന്നാൽ തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. 19-ൽ 10 സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി ഹാട്രിക് വിജയം നേടിയത്. മുള്ളൂർക്കരയിൽ കഴിഞ്ഞ തവണ 3 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് ഇത്തവണ 1 സീറ്റ് പോലും വിജയിക്കാനായില്ല എന്നത് ശ്രദ്ധേയമായി. 3 പഞ്ചായത്തുകളും LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുത്തത് ഇടതു മുന്നണിക്ക് തിരിച്ചടിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആകെയുള്ള 14 സീറ്റുകളിൽ LDFും UDFും 7 സീറ്റുകൾ വീതം നേടി തുല്യത പാലിച്ചു. ഇതോടെ ബ്ലോക്ക് പഞ്ചായത്തിലെ അടുത്ത ഭരണസമിതിയെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കേണ്ടി വരും. കഴിഞ്ഞ തവണ 11 സീറ്റുകൾ നേടിയിരുന്ന LDFന് കനത്ത തിരിച്ചടിയാണ് ഇത്തവണ നേരിട്ടത്. UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നഗരസഭയുടെ ഭരണം LDF നിലനിർത്തിയെങ്കിലും ആകെയുള്ള 35 വാർഡുകളിൽ 17 സീറ്റുകൾ മാത്രം നേടി കേവല ഭൂരിപക്ഷം നേടാനായില്ല. 12 സീറ്റുകൾ നേടി NDA 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മുൻനിര കക്ഷിയായിരുന്ന കോൺഗ്രസ് 5 വാർഡുകളിലേക്ക് ഒതുങ്ങി. കോൺഗ്രസ് പിന്തുണയുള്ള CPM വിമത സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ഈ ഒരു സ്വതന്ത്രന്റെ നിലപാട് LDFന് ഭരണത്തിൽ പ്രധാന വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്.